മോദി ഗ്യാരണ്ടിയിൽ വിശ്വാസമൊപ്പിച്ചാണ് NDA എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ BDJS സ്ഥാനാർത്ഥി കിട്ടിയത് ഏതാണ്ട് 1,33,546 അതായത് തഴവ സഹദേവനായിരുന്നു അന്ന് BDJS സ്ഥാനാർത്ഥി. ഇത്തവണയും NDAയിൽ BJP കഴിഞ്ഞാൽ മറ്റൊരു കക്ഷിയായ BDJS നൽകിയ ഒരു സീറ്റിൽ ഒന്നാണ് മാവേലിക്കരയിൽ ബൈജു കലാശാലയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്ത് പ്രതീക്ഷയാണ് ഈ ഇത്രയും കരുത്തരായ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും പുതുമുഖ താരവുമൊക്കെ മത്സരിക്കുമ്പോൾ BJPക്ക് എന്ത് പ്രതീക്ഷയാണ് മണ്ഡലത്തിൽ? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം NDAയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും 2 അക്ക സീറ്റ് കിട്ടുമെന്ന് ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ 2 അക്ക സീറ്റുകളിൽ ഒരു സീറ്റ് മാവേലിക്കരയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്ക് സംശയമില്ല. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ആ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. മാവേലിക്കരയെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഇവിടെ കർഷക തൊഴിലാളികളുടെ പ്രശ്നം, കശുവണ്ടി തൊഴിലാളിക്ക് പ്രശ്നം, റബ്ബർ കർഷകന് പ്രശ്നം, നെൽകർഷകന് പ്രശ്നം, ഇങ്ങനെ സമഗ്ര മേഖലയിലും പ്രശ്നങ്ങളെ നേരിടുന്ന ചങ്ങനാശ്ശേരി മുതൽ പത്തനാപുരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നിയോജകമണ്ഡലം. അപ്പോൾ ആ നിയോജകമണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളെയോ ഈ നാടിൻ്റെ പ്രശ്നങ്ങളെയോ അഭിമുഖീകരിക്കാൻ കഴിയാത്ത നിലവിലുള്ള MP. കാരണം അദ്ദേഹം വെറും MP മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ടൈം മന്ത്രിയുമായിരുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നയാളാണ്. ഈ MP എന്നുള്ള നിലയിൽ തന്നെ ആണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം കൂടി കിട്ടിയത്. നമുക്കറിയാം കേരളത്തിലെ ഏതാണ്ട് 8 മന്ത്രിമാർ ഒരുമിച്ചുണ്ടായിരുന്നു UPA. അതിൽ 2 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ട ഒരു സഹമന്ത്രിയായിരുന്നു നമ്മുടെ ഇവിടുത്തെ MP. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ടായിട്ടും ഈ കേരളത്തിൽ എന്ത് വികസനമാണ് ആ കാലഘട്ടത്തിൽ നടന്നത് എന്ന് ഇപ്പോഴും ജനങ്ങൾ ഓർക്കുന്നുണ്ട്. ഒന്നും നടക്കാത്ത കാലഘട്ടം, റെയിൽവേ അടക്കം ഒരു മേഖലയിലും വികസനം കടന്നു വരാത്ത പ്രദേശം, അങ്ങനെയെല്ലാമുള്ള ഒരു ദുരവസ്ഥയിൽ നിന്നും ഇന്നും കേരളത്തിന് സമസ്ത മേഖലയിലും മാറ്റം വന്നു എന്ന് മാത്രമല്ല, പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് പോകാൻ ഉതകുന്ന രീതിയിൽ റെയിൽവേ വികസനവും ഹൈവേ വികസനവുമൊക്കെ സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളായി കേരളത്തിൽ പ്രതിഫലിക്കുമ്പോൾ അതെല്ലാം ഞമ്മളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എട്ടുകാലിമ മൂഞ്ഞിനെ പോലെ ഓരോ റെയിൽവേ സ്റ്റേഷൻ്റെയും ഫ്രണ്ടിൽ ബോർഡ് വെക്കുന്നതിനപ്പുറത്ത് ഈ MPക്കോ അതല്ലെങ്കിൽ ഇനിയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ഞങ്ങളാകും എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിനോ എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന കാര്യത്തിൽ 100% സംശയമാണ്. അവർക്കൊന്നും സാധിക്കില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ്. കാരണം അവർ അരിവാൾ ചുറ്റിക പോകുമെന്ന് CPM ഭയപ്പെടുന്നു. അരിവാൾ നെൽക്കെതിരെ ഏതാണ്ട് പോയി കിടക്കുന്നു. അതിൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും വരും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കൂട്ടുപിടിച്ച് ജയിക്കാൻ വേണ്ടി പ്രചരണം നടത്താൻ, അതായത് സ്വന്തം അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി, അവർക്ക് ആവേശം കൊടുക്കാൻ വേണ്ടി അവരുടെ ചിഹ്നം പോകും, കൊടി പോകും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ പാർട്ടികൾ ജയിച്ചിട്ടെന്താ കാര്യം? ഇപ്പോൾ 4 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന ഇടതുപക്ഷം, 40 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസ്, 400 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന NDA. ഈ മത്സരത്തിൽ NDAയുടെ പ്രതിനിധി ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ തിരഞ്ഞെടുപ്പോടെ ഈ കേരളത്തിലുണ്ടാവുന്ന വലിയ പുരോഗതി, ആ പുരോഗതിക്ക് ഭാരതത്തിലെമ്പാടും ഉണ്ടായിരിക്കുന്ന പുരോഗതിക്ക് ഒപ്പം ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രദേശത്തും പുരോഗതി യാഥാർത്ഥ്യമാക്കുവാൻ ബൈജു കലാശാല എന്ന NDA സ്ഥാനാർത്ഥിക്ക് തീർച്ചയായിട്ടും സാധിക്കും. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തന പശ്ചാത്തലം അടക്കം ഏറ്റവും പിന്നോക്ക മേഖലകളിൽ നിന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള സമർപ്പണ പ്രവർത്തനം, KPMSൻ്റെ അടക്കം ഭാരവാഹി എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങൾ, അപ്പോൾ ആ നിലയിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യവും പശ്ചാത്തലവും അതിനൊപ്പം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയും, ആ മോദി ഗ്യാരണ്ടിയും ഒരുമിച്ച് ചേരുമ്പോൾ മാവേലിക്കര ഈ പ്രാവശ്യം തീർച്ചയായും NDAയ്ക്കൊപ്പമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ മുൻപ് കിട്ടിയ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ NDA സ്ഥാനാർത്ഥിയുടെ വോട്ടല്ല ബേസ്, അതിലേറെ വോട്ടുകൾ ഓരോ അസംബ്ലി മണ്ഡലത്തിലും, അത് ചങ്ങനാശ്ശേരി ആയാലും ചെങ്ങന്നൂരായാലും കൊട്ടാരക്കരയായാലും പത്തനാപുരത്തായാലും കുന്നത്തൂരായാലും ഈ കുട്ടനാടടക്കം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും NDAയ്ക്ക് കരുത്തുള്ള, BJPക്ക് കരുത്തുള്ള പ്രദേശമാണ്.
ആ പ്രദേശത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റം പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ആ മാറ്റത്തിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ NDAയുടെ പ്രവർത്തനം നടക്കുന്നത്. ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന ഈ വേളയിൽ 15-ാം തീയതിയോടുകൂടി അദ്ദേഹം വീണ്ടും വരുമ്പോൾ ഈ കേരളത്തിലാകെ സമഗ്ര മാറ്റത്തിൻ്റെ സന്ദേശം സമൂഹം ഏറ്റെടുക്കുന്ന അന്തരീക്ഷം രൂപപ്പെടും. അതിനൊപ്പം മാവേലിക്കരയും മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.